എന്തുണ്ട് വിശേഷം? അപ്പൊ നമ്മള് വീണ്ടും ഫാമിലി മീറ്റപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു മീറ്റിംഗിലേക്ക്. എന്താണ് എക്സൈറ്റ്മെന്റ്? എല്ലാ വർഷത്തെയും പോലെ എല്ലാവരും കാണാം, എല്ലാവരും കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം, അത് തന്നെയാണ് എക്സൈറ്റ്മെന്റ്. ഒരുപാട് തിരക്കുകളുടെ ഇടയിലാണ് ഓടിയെത്തിയത്. അല്ല, ഇവിടെ ഉണ്ടായിരുന്നു ഷൂട്ടൊക്കെ. തൊടുപുഴയിലാണ് ഷൂട്ട്. ഹലോ, ഇതിനിടയ്ക്ക് ഇപ്പൊ വീട്ടിലേക്കൊന്ന് പോയി. അത് കഴിഞ്ഞ് ഇന്നലെ ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരുന്നത്. ശരി, അപ്പൊ ഒരു സർപ്രൈസ് ഞാൻ ഇവിടെ പൊട്ടിക്കട്ടെ. എന്താണ്? എനിക്കാണോ മറ്റേ ലക്കി ഡ്രോ ഫസ്റ്റ് അടിച്ച് ഗോൾഡ് കോയിൻ ഞങ്ങൾ തരാം. ആഗ്രഹം നോക്കണേ. ഫോം ഫില്ല് ചെയ്തോ? അതിന് ബോക്സിൽ ഇട്ടോ? ഇല്ല. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഗോൾഡ് കോയിൻ ചേട്ടൻ ഇടും. അപ്പൊ ഗോൾഡ് കോയിൻ കിട്ടട്ടെ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. വിശേഷം? സുഖം. എന്താണ് സന്തോഷം? എന്നെ അറിയോ? നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അത് എനിക്കറിയാം, അതെല്ലാവർക്കും അറിയാം. ഞാൻ ചേട്ടനെ വിളിക്കാറുണ്ട് ഇന്റർവ്യൂവിന് വേണ്ടിട്ട്. പണ്ടുട്ടോ ഹൈദരലിക്കാടെ. ഓക്കെ. അയ്യോ സോറി, കുറച്ച് തിരക്കായി പോയി. അതാണ് ട്രിവാൻഡ്രം അല്ലേ ഞാൻ. ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ട്രിവാൻഡ്രം ഉണ്ടായിരുന്നു ആഡ്മേഡ് പ്രോഗ്രാമിന് വേണ്ടി. അപ്പൊ ചേട്ടാ, ഇത് എത്രാമത്തെ ജനറൽ ബോഡിയാണ്? 31ാമത്തെ. അല്ല, ചേട്ടൻ എത്രാമത്തെ തവണ വരുന്നത്? എനിക്ക് എന്റെ 20ാമത്തെ. ഞാൻ ബോയ് ഫ്രണ്ട് എന്നൊരു സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ മെമ്പർഷിപ്പ് എടുത്തായിരുന്നു. ഇതുവരെ ഒറ്റ വട്ടമേ എനിക്ക് മുടങ്ങിയിട്ടുള്ളൂ. ഞാൻ അന്ന് കാർഗിലിൽ ഷൂട്ട് നടക്കുന്ന സമയത്ത്. ബാക്കി എല്ലാ സമയവും ഞാൻ വന്നിട്ടുണ്ട്. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ ഈ തവണ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്ത് ഫാക്ടറാ എങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴുണ്ടായത്? നമ്മൾ ഈ പറയുന്ന പോലെ അമ്മ എന്ന അസോസിയേഷനിൽ വരുമ്പോൾ എല്ലാവർക്കും അങ്ങനെ വലിപ്പച്ചെറുപ്പമില്ല. ഇവിടെ എല്ലാം അമ്മയുടെ മക്കളാണ്. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം അനുഭവിക്കാൻ എല്ലാവരും വന്നു തരും. പിന്നെ ഇപ്പൊ കുറച്ച് കാറും കോളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ, കുറച്ച് പ്രശ്നങ്ങൾ കഴിഞ്ഞ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വന്ന് ആ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തതിന് വലിയ സന്തോഷം. ഓക്കെ, ഇതില് ചേട്ടന് പ്രത്യേകതയെ കുറിച്ച് ഞാൻ ചോദിച്ചാല്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചോട്ടാ മുംബൈ റിലീസായി. മാത്രമല്ല ജഗതി ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടിരുന്നോ? ജഗതി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, ശ്രീനിവാസൻ ചേട്ടൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അത് വലിയ സന്തോഷം അവരെയൊക്കെ വീണ്ടും കാണാൻ സാധിച്ചത്. സുരേഷ് ചേട്ടൻ ഫുള്ള് ഈ പറഞ്ഞ പോലെ മീറ്റിങ്ങിലുണ്ട്, അത് വലിയ സന്തോഷം. ഓക്കെ, ഇപ്പം ഈ സിനിമ റിലീസായിരിക്കുന്ന സമയത്ത് അങ്ങനെ അമ്മയുടെ മീറ്റിംഗ് വരുന്നു, കാര്യങ്ങൾ വരുന്നു. അപ്പം റിലീസ് സിനിമകൾ ഹിറ്റ് ആവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ എന്തായിരിക്കും പറയാം? റിലീസ് മാത്രമല്ല, എല്ലാ റിലീസുകൾക്കും തിയേറ്ററിൽ ആൾ കയറിയാലും നമ്മുടെ നിലനിൽപ്പുള്ളൂ. അപ്പോൾ എല്ലാ മീറ്റിങ്ങിന് വരുമ്പോഴത്തേനും ഇതുപോലെ സിനിമകളുള്ള സമയമായിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അതിനുവേണ്ടി ഞങ്ങൾ ചോട്ടാമുംബൈ അല്ല വേറെ സിനിമയും ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഓർമ്മയാണ് സാറുമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആരോഗ്യനില മെച്ചപ്പെട്ട് വരുന്നതെന്ന് കാണുന്നതിൽ ഒരു സഹപ്രവർത്തനം എന്ന രീതിയിലും അദ്ദേഹത്തെ ഇനി സ്ക്രീനിൽ കാണണമെന്ന് പറഞ്ഞ ഒരു മലയാളി പ്രേക്ഷകൻ എന്ന രീതിയിലും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിനയ് ചേട്ടാ, എന്തുണ്ട് വിശേഷം? ഭക്ഷണം കഴിച്ചോ? സന്തോഷമായില്ലേ? ഭക്ഷണം കഴിച്ചോണ്ടോ? രുചിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. അതെ തന്നെ, തീർച്ചയായിട്ടും. അപ്പം ജനറൽ ബോഡി ഇവിടെ നടക്കുകയാണ്. എത്രാമത്തെ ജനറൽ ബോഡിയാണ് ചേട്ടൻ കൂടുന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ 7-8 വർഷമായിട്ടുണ്ടാവും. ഭയങ്കര ഹാപ്പിനെസ്. കാര്യം എന്താണെന്നറിയോ, നമ്മൾ പലപ്പോഴും സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ വളരെ ചുരുക്കം പേരായിരിക്കും ഒരു സിനിമയിൽ ഉണ്ടാവുക. അന്നൊന്നിപ്പോൾ സിനിമ വലുതാകും തോറും ചിലപ്പോൾ 2 സിനിമ 3 സിനിമയിലൊക്കെ ഒതുങ്ങുന്നുണ്ട്. കാര്യം സിനിമ വലുതാകുന്നതിനനുസരിച്ച്. അപ്പോൾ വളരെ ചുരുക്കം പേരുടെ കൂടെയായിരിക്കും നമ്മളൊരു വർഷം വർക്ക് ചെയ്യുന്നത്. ഇത്തരം കൂട്ടായ്മകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാവുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ജുബ്ബമുണ്ടോ കൊടുത്തിട്ട് ലാലേട്ടനെ കാണാൻ പറ്റുക അതൊക്കെ പറയുന്നൊരു, അതൊക്കെ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് അത് ഭയങ്കര കാര്യം. അവിടെ അല്ലെങ്കിൽ അവരൊക്കെ ചെയ്ത സിനിമകൾ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കണമല്ലോ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യാം. അപ്പൊ അതൊക്കെ കൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അതാണ് പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മയല്ലോ നമ്മൾ പറയുന്ന. ഇപ്പൊ നമ്മള് ആക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘം, നമ്മളെല്ലാവരും കൂടെ ഒരുമിക്കുന്നു. പിന്നെ ഭയങ്കര ഫണ്ണും ഈ പറയുന്ന പോലെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം അഡോപ്പ് കമ്മിറ്റിയാണ് ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. ഫാമിലി മീറ്റപ്പ് ആണെങ്കിലും ഇപ്പോഴത്തെ ജനറൽ ബോഡിയാണ് അഡോപ്പ് കമ്മിറ്റിയാണ് കൊണ്ടുപോകുന്നത്. അപ്പം ആ അഡോപ്പ് കമ്മിറ്റിയെ പറ്റി എന്താ പറയാനായിട്ട്? വളരെ നല്ല അഭിപ്രായം. ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ റീസെൻ്റ്ലി വന്നൊരു മാറ്റത്തിൻ്റെ ബേസിൽ ഇപ്പോൾ കുറച്ചധികം ജനകീയമായി. അല്ലെങ്കിൽ നമ്മൾ അമ്മയിലെ ഓരോ മെമ്പേഴ്സിനും കൃത്യമായിട്ട് എന്താ നടക്കണമെന്ന് പറയുന്ന ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഷോനെ കുറിച്ചിട്ടായാലും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ വന്ന ടൈമിലൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിനെസ് ആണ്. അമ്മ എന്ന് പറയുന്ന ഒരു നമ്മൾ ഭയങ്കര ഒരു കൂട്ടായ്മയുടെ ഭാഗവും അതിൽ സന്തോഷം. ഇലക്ഷൻ നടക്കാൻ സാധ്യതയുണ്ടോ? ഒരു ഐഡിയ ഇല്ല. അതൊന്നും നമ്മുടെ പ്രയോറിറ്റി അല്ല. എല്ലാരെയും കാണുക, ചില്ല് ചെയ്യുക, വൈബ് ചെയ്യുക, പോവാ. പിന്നെ എപ്പോഴും ഇപ്പൊ ഞങ്ങളൊക്കെ ആക്ടേഴ്സ് ആയത് ഒരു കൂട്ടായ്മയിൽ നിന്നാണ്.
ഒരു സംഘത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളായത്. ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ മുതൽ നമ്മൾ ബാലസംഘത്തിലാണെങ്കിലും അപ്പൊ അതേപോലത്തെ ഒരു കൂട്ടായ്മയാണ്, ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറിയാണ്. അത്രേ ഉള്ളൂ. അപ്പം നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. എന്ത് ലേറ്റ് ആയേ? ഷൂട്ട് കഴിഞ്ഞ് വന്നതാണ്. ഓക്കെ. ഇപ്പം എത്രാമത്തെ ജനറൽ ബോഡിയിലാണ് പങ്കെടുക്കുന്നത്? സമയം തൊട്ടുണ്ട്. ഇപ്പം 31ാമത്തെ ആണ്. ഈ തവണ പങ്കെടുക്കാൻ എക്സൈറ്റ് ചെയ്തിട്ട് ഫാക്ടർ ഉണ്ടായിരിക്കും? അങ്ങനെയൊന്നുമില്ല, വരിക ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത്തവണ ഒരു സർപ്രൈസ് ഉണ്ട്. ജഗതി ചേട്ടൻ വന്നിട്ടുണ്ട്, അറിഞ്ഞിരുന്നോ? ഒരുപാട് നാളുകൾക്ക് ശേഷം. എങ്ങനെയുണ്ട് ജഗതി ചേട്ടനെ പറ്റി ഒരു ഓർമ്മ പറയാൻ? ശരി, ഞാൻ കണ്ടു. അല്ലല്ല, ഓടി കയറുന്ന ഞാൻ കണ്ടു. ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ നിങ്ങളെ എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ആരൊക്കെ വന്നിട്ടുണ്ടല്ലോ. ആണോ? ചേട്ടാ എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഇത് എത്രാമത്തെ ജനറൽ ബോഡിയാ? അല്ല, ചേട്ടൻ എത്രാമത്തെ തവണയാണ് വരുന്നത്? എങ്ങനെയുണ്ട് ഈ തവണ? എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫാക്ടർ ഉണ്ടായിരുന്നു? എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒന്ന് കാണുന്നതാണല്ലോ. ഓക്കെ ഓക്കെ ഏട്ടാ, താങ്ക് യു. ചായയൊക്കെ കുടിക്കുകയാണല്ലേ? ചോറ് കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. പോവാനിറങ്ങിയതാ? ഓക്കെ. ഇത് 31ാമത് ജനറൽ ബോഡിയാണ്. ചേട്ടൻ അറ്റൻഡ് ചെയ്യുന്ന എത്രാമത്തെയാണ്? ആദ്യത്തെയാണ്. ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് എന്താണ് എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫാക്ടർ? നല്ല അനുഭവം. നല്ല അനുഭവമാണ്. ഫസ്റ്റ് വരുമ്പോ നമുക്കൊരു ഓരോ കൺസെപ്റ്റ് ഉണ്ടാവും, ഇത് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല, ഞാൻ കൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഒരു അമ്മയുടെ ജനറൽ ബോഡി നമുക്ക് ഊഹിക്കാം. ഞാനപ്പോൾ അങ്ങോട്ടേക്ക് വന്ന് നല്ല അനുഭവം. ഓക്കെ. ജഗതി ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ജഗതി ചേട്ടൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പൊതുവേദിയിലേക്ക് വരുന്നത്. അപ്പൊ കണ്ടിരുന്നു ആളെ? കണ്ടിരുന്നു. താങ്ക് യു. ആള് ചേച്ചി ഹായ്. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. പോവാണ് ഇപ്പൊ? അല്ല, എപ്പോഴാണ് വന്നേ? ഞങ്ങൾ കണ്ടില്ലല്ലോ. ഞങ്ങൾ ഇവിടെ ആ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണോ? ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെ. ചേച്ചി എത്രാമത്തെ തവണയാണ് ജനറൽ ബോഡിയിൽ വരുന്നത്? ഞാൻ ജോയിൻ ചെയ്തിട്ട് എന്തായാലും ഒരു 5 times ആയിട്ടുണ്ട്. അപ്പം ഈ തവണ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് ഫാക്ടർ ഉണ്ടായിരുന്നു? ഇത്തവണ ഞാൻ തന്നെ എന്നെ ഒരു ബോഡി ഗാർഡായിട്ട്. അല്ല, എന്നിട്ടും വേറൊരു കാര്യമുണ്ട്. അല്ല, നന്ദി ചേട്ടാ, എന്നിട്ടും വന്നിട്ട് ഒരു പിച്ച് കിട്ടി. അത് ചേട്ടൻ തന്നെ ഉണ്ടോ? അത് നമ്മളുടെ ചേട്ടനല്ലേ? ചേട്ടൻ ലൈക്ക് ഫാമിലി. അമ്മ ഇവിടെ ഇല്ലല്ലോ, മെമ്പർ അല്ലല്ലോ. അപ്പം ഈ തവണ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫാക്ടർ എന്തായിരുന്നു? ഇത്തവണ എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടിലത്തെ പോലെ ഈ ഒരു ഗെറ്റ് ടുഗെദർ ആണ് ഞങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. കാരണം കുറേ നാളത്തേക്ക് ശേഷം എല്ലാവരും കാണുകയല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ഹ്യൂജ് ഫാമിലി ആയിട്ട് ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാം, ഒപ്പം ഇരിക്കാം, സംസാരിക്കാം, തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇറ്റ്സ് എ ഗുഡ് വൈബ്. ഓക്കെ. അപ്പം അഡോബ് കമ്മിറ്റിയാണ് ഇന്ന് ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്, ഒരു ബ്രേക്കിന് ശേഷം. അപ്പം ആ അഡോബ് കമ്മിറ്റിയെ പറ്റി എന്താ പറയാനായിട്ടുള്ളത്? അത് ഉള്ളിൽ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഇത്രയും കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നവരാണ് ഇപ്പോൾ വി വാസ് ലിസണിങ് ടു ദിയർ പ്രസൻറ്റേഷനും എല്ലാം. അപ്പോൾ ദേ ആർ ഡൂയിങ് എ ഗുഡ് ജോബ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അതിൽ ഇനിയും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ കൂടുതൽ പരിശ്രമിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നിയിട്ടുള്ളത് അമ്മ എപ്പോഴും ഒരുപാട് നല്ല കാര്യങ്ങൾ പിന്നിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉള്ളിലിരുന്നുകൊണ്ട് അത് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഒരുപാട് പേർക്ക് മെഡിസിൻ കൊടുക്കുന്നതായാലും ടേക്ക് കെയർ ചെയ്യുന്നതായാലും വീട് ഉണ്ടാക്കി കൊടുക്കുന്നതായാലും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഓൺ ദി അതർ സൈഡ് ഈ ഒരു ഗെറ്റ് ടുഗെദർ മാത്രമല്ല, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇയർലി വൺസ് ആണല്ലോ നടക്കുന്നത്. സോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇതൊക്കെ കേൾക്കാൻ ഒരു സന്തോഷം. ആൻഡ് അവരെ മാക്സിമം അവരുടെ ബെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുമുണ്ട്. അപ്പോൾ ദേ വിൽ ഡെഫിനറ്റ്ലി എന്താ പറയുക, ഈ ഒരു യൂണിറ്റി, ഈ ഒരു സ്ട്രെങ്ത് ഇതുപോലെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗ്രോ ബെറ്റർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.
ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.